മെയ് 26 കഴിഞ്ഞാലും ഈ ക്യാമ്പയിൻ തൃശ്ശൂരോടെ തുടരും. 50,000 പേർക്ക് ഈ വർഷം തൃശ്ശൂർ ജില്ലയിൽ തൊഴിൽ നൽകലാണ് ലക്ഷ്യം. അതിൽ 20,000 പേർക്ക് മെയ് മാസം അവസാനിക്കും മുമ്പ്. ഇവിടെ നടത്തിയ ഈ മെഗാ തൊഴിൽ മേള, തൃശ്ശൂർ തൊഴിൽ പൂരത്തിന് തുടക്കം കുറിച്ചുള്ള മെഗാ തൊഴിൽ മേളയുടെ ഏറ്റവും വലിയ നേട്ടം ഇങ്ങനെ തൊഴിൽ കൊടുത്തത് മാത്രമല്ല, ഇത്രയും പേർക്ക് ഇനിയുള്ള പ്രവർത്തനങ്ങൾക്കുള്ളൊരു സംഘടന കൃത്യമായിട്ടുണ്ടായി. ഇപ്പം നമ്മളൊന്നും ഇവിടെ വന്ന് പുറത്തുനിന്ന് നിൽക്കേണ്ട ആവശ്യമില്ല. ഇപ്പം തൃശ്ശൂർ കോർപ്പറേഷനാണ് 6 ദിവസത്തെ തൊഴിൽമേളയുടെ മുഴുവൻ സംഘാടനവും സ്വയം ഏറ്റെടുത്ത് നടക്കുന്നു. അവർ 10,000 പേർക്കെങ്കിലും ജോലി കൊടുക്കുമെന്നുള്ള വാശിയിലാണ്. ഇപ്പം ഈ 50,000 പേർക്ക് ജോലി കൊടുക്കുമെന്ന് പറയുമ്പോൾ ചിലരുടെ മനസ്സിലെങ്കിലും ഉണ്ടാവും, ഇത്രയും പേരിവിടെ ഉണ്ടോ ജോലി അന്വേഷിച്ച്? അത് കാണണമെങ്കിൽ തൃശ്ശൂർ ജില്ലയിലെ വീട്ടമ്മമാരായിട്ട് കഴിഞ്ഞുകൂടുന്ന അഭ്യസ്തരായ സ്ത്രീകളും തൊഴിലന്വേഷകരായിട്ട് കാണുന്നു. അവർ രജിസ്റ്റർ ചെയ്തിട്ടില്ല, അന്വേഷിക്കാൻ പോണില്ല. പക്ഷേ അവരിപ്പോൾ വീട്ടമ്മയാണെന്ന് പറയുമെങ്കിലും അവർക്ക് ജോലി ചെയ്യാൻ പ്രാപ്തിയുണ്ട്, കഴിവുണ്ട്. ഒറ്റ കൺസ്ട്രെയിൻ്റേ ഉള്ളൂ, വീടിനടുത്തായിരിക്കും, അല്ലെങ്കിൽ വീട്ടിനുള്ളിരുന്നുകൊണ്ടാണ്. അങ്ങനെയുള്ള ഡിജിറ്റൽ ജോലികളുണ്ട്. പക്ഷെ വീടിനടുത്ത് തൃശ്ശൂർ ജില്ല പോലെ എറണാകുളം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സൃഷ്ടിക്കപ്പെടുന്ന ജില്ല ഇവിടെയാണ്. അതിന് വേണ്ടത്ര ആളെ കിട്ടുന്നില്ലെന്നുള്ളതാണ് സംരംഭകരുടെ പരാതി. അപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്ന ഒരു നൂതന പരീക്ഷണം, അതാണ് മെയ് 2ാം വാരവും 3ാം വാരവും ആയിട്ട് നടക്കുന്നത്. ഓരോ പ്രദേശത്തെയും തൊഴിൽ സംരംഭകരെ കണ്ടിട്ട് പറയുന്നു, പ്രാദേശികമായിട്ട് ഇത്രയും ആളുകൾ, ഇന്ന ആളുകൾ ഈ അഭ്യസ്തരായിട്ടുള്ളൊരു വീട്ടിലിരിപ്പുണ്ട്, വീട്ടമ്മമാരായിട്ട്, അവരെ നിങ്ങളെടുക്കൂ. നിങ്ങളെടുത്താലോ അവരുടെ സ്കില്ല് ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. നിങ്ങൾക്ക് എന്താ വേണ്ടത് അത് പഠിപ്പിക്കാം. ചിലപ്പോൾ 1 മാസത്തെ മതിയാവും, ചിലപ്പോൾ 2 ആഴ്ചത്തെ മതിയാവും, ചിലപ്പോൾ 2 മാസം വേണ്ടി വരുന്നേക്കാം. അത് ഞങ്ങൾ ചെയ്യാം. ഈ ഒരു മോഡല് നമുക്ക് വിജയിക്കില്ല എന്നുള്ളത് മെയ് 3ാം വാരത്തിൽ അറിയാം. മെയ് 3ാം വാരത്തിൽ പ്രാദേശിക തൊഴിൽദാതാക്കളും ഇങ്ങനെയുള്ള വീട്ടമ്മമാരും അല്ലാത്തവരായ തൊഴിലന്വേഷകരുമായിട്ടുള്ള ചെറു തൊഴിൽ മേളകൾ നടക്കും. കേന്ദ്രീകരിച്ച് ഇതുപോലൊരു ബഹളമല്ല. ഇത് വിജയിക്കുകയാണെങ്കിൽ ഈ മാതൃക കേരളം മുഴുവൻ കൊണ്ടുപോകും. കാരണം കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം 25% സ്ത്രീകൾക്ക് തൊഴിലുള്ളൂ എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവർ വീട്ടമ്മമാരെന്ന് പറഞ്ഞിരിക്കുകയാണ്, നല്ല വിദ്യാഭ്യാസമുള്ള സ്ത്രീകൾ. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിനുള്ള പ്രതിവിധിയാണ് നമ്മളിവിടെ തേടുന്നത്. രണ്ടാമത്തെ കാര്യം, വലിയ മേള നടത്തി ഇത്ര പേർക്കല്ലേ കിട്ടിയുള്ളൂ, കിട്ടാത്തവരെ വീണ്ടും ക്ഷണിക്കുകയാണ്. വാ, നിങ്ങളുടെ കുറവെന്താണെന്ന് ഞങ്ങൾക്കറിയാം, അത് ഞങ്ങൾ പരിഹരിച്ചു തരാം, അതിനുള്ള പരിശീലനം തരാം. എന്നിട്ട് മെയ് മാസം അവസാനം ഓപ്പറേഷൻ്റെ ഒരാഴ്ചക്കാലം നടത്തുന്ന ദിവസമുണ്ട്. ഇതുപോലെ മഹാമേളയായിട്ടായിരിക്കില്ല ചില തൊഴിലുകൾക്ക്. ഇവരെല്ലാവരെയും വീണ്ടും പങ്കെടുക്കും. തൊഴിൽമേളയിൽ പങ്കെടുത്തവർ അവരെ ഞങ്ങൾ കൈവിടില്ല, അവർ തുടർന്ന് പിന്തുണ നൽകും അവർക്ക് തൊഴിൽ കിട്ടുന്നവരെ. ആ ഒരു വലിയ സന്ദേശവും കൂടി നമ്മൾ നൽകാൻ പോവുകയാണ്. അങ്ങനെ തൊഴിൽ പൂരം ഈ ക്യാമ്പയിൻ അവസാനിക്കാൻ പോകുന്നത് മിക്കവാറും മെയ് 26-നുള്ള മഹാ ഗൾഫ് റിക്രൂട്ട്മെൻറ്റോടു കൂടിയാണ്. അതിൻ്റെ നോർക്കയും മൊടൈപ്പെക്കും ഒക്കെ ആയിട്ടുള്ള സംസാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കോർപ്പറേഷൻ്റെ ഈ മേളയോട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ അവസാനത്തിൽ വലിയൊരു മേളം, അത് കേരള എല്ലാവരും വരാൻ സന്നദ്ധരായിരിക്കും. ഇപ്പം തന്നെ ഏതാനും സംരംഭകരും മുന്നോട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെയൊക്കെ മുഴുവൻ നൂലാമാലകളും പരിശോധിക്കണം, നോർക്കയും മൊടൈപ്പെക്കും ഒക്കെ ചെയ്യും. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രഖ്യാപനം ഉണ്ടാകും. എന്ത് വന്നാലും
മെയ് അവസാനിക്കുന്ന മുമ്പ് 20,000 പേർക്ക് ജില്ലയിൽ ജോലി കൊടുത്തിരിക്കും. അപ്പോൾ നിങ്ങൾ നൽകിയിട്ടുള്ള എല്ലാ സഹകരണത്തിനും നന്ദി പറയുന്നു.